അതുകൊണ്ട് പെങ്ങളെ നിന്നോട് ഞാൻ 1000 വട്ടം ഓർമ്മിപ്പിക്കുന്നു, ഭർത്താവിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ കൂടുന്നവന്, അങ്ങകലേന്ന് നിന്നെ മിസ് കോൾ അടിച്ചു കൂടെ കൂടുന്നവന്, നീ ഒരുത്തന്റെ ഭാര്യയാണെന്നറിഞ്ഞിട്ടും 2 മക്കളുടെ മാതാവാണെന്നറിഞ്ഞിട്ടും നിന്റെ പുറകെ കൂടുന്നവൻ, അവൻ നിന്നെ മാംസം കൊതിച്ചവനാണ്. അവന് വേണ്ടത് കിടപ്പറയിലെ ഒരു നേരമാണ്. അതിനുവേണ്ടി നിന്റെ കുടുംബത്തെ തകർത്തെറിയല്ല മോളെ. നിന്നെ വിശ്വസിച്ചിട്ട് രാത്രിയിൽ കടന്നുറങ്ങിയവന്റെ കടുത്തറത്ത് കളയല്ല പെങ്ങളെ. പോണമെങ്കിൽ ഒളിച്ചോടിക്കൊള്ളൂ, അതല്ലെങ്കിൽ വിവാഹമോചനം നേടിക്കൊള്ളൂ. ഒരു പാവപ്പെട്ടവന്റെ ആയുസ്സിന് എന്തിനാണ് നീ വിലയിട്ട് കളഞ്ഞത്? ഇനി അതുപോലെയുള്ള കഥാപാത്രങ്ങൾ പറക്കാതിരിക്കാൻ പെങ്ങളെ ഇത്രയേറെ ബുദ്ധിമോശത്തരം നിങ്ങൾ എന്തേ കാണുന്നു? നീ ഒരുത്തന്റെ ഭാര്യയാണെന്നറിഞ്ഞിട്ടും, നീ 2 മക്കളുടെ മാതാവാണെന്നറിഞ്ഞിട്ടും നിന്റെ അടുക്ക് വരുന്നവൻ ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, അത് നിന്റെ ശരീരമാണ്. അത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പ്പെട്ട കറിവേപ്പിലയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ റെയിൽവേ ട്രാക്കിൽ എത്രയെത്ര പെണ്ണുങ്ങളുടെ ചിതറിത്തെറിച്ച മാംസ കഷണമാണ് കണ്ടത്. കൊണ്ടുപോയവൻ ആവശ്യം കഴിഞ്ഞിട്ട് വലിച്ചെറിയുമ്പോ തിരിച്ചു വരാൻ വീടില്ല, വഞ്ചിച്ച ഭർത്താവില്ല, കഴിഞ്ഞുപോയ മക്കളില്ല. അവസാനം റെയിൽവേ പുറംപോക്കിൽ ചിതറിത്തെറിച്ച് കിടക്കുന്ന മാംസ കഷണങ്ങൾ എത്തിയിട്ട് പെങ്ങളെ ഹാദറക്ക് സൗന്ദര്യമുണ്ടായിരുന്നില്ല. കറുകറുത്ത ആമേര് വർഗത്തിൽപ്പെട്ട പെണ്ണായിരുന്നു ഹാദറ. പക്ഷേ ഹാദറ ബീവിയുടെ ഹൃദയത്തിന് സൗന്ദര്യമുണ്ടായിരുന്നു. വെളിയിലെ കറുപ്പല്ല, ആ ഹൃദയം വെളുത്തതായിരുന്നു.